ഡൽഹിയിലും കനത്ത മഴ തുടരുകയാണ്. ഡൽഹി വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1 മേൽക്കൂര തകർന്നു വീണ് 4 പേർക്ക് പരിക്കേറ്റു. ശക്തമായ മഴയിൽ ഡൽഹിയിലെ റോഡുകളിലും വെള്ളക്കെട്ട് രൂക്ഷം. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഡൽഹിയിലെ അവസ്ഥ ഇപ്പോൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, കേരളത്തിന് സമാനമായ രീതിയിൽ ഉത്തരേന്ത്യയിലും കനത്ത മഴ ആരംഭിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ ഇന്നലെ രാത്രി 2 മണി മുതൽ തുടങ്ങിയിട്ടുള്ള മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. ഇന്നിപ്പോൾ ആളുകൾ സത്യത്തിൽ ഇത്രത്തോളം വലിയ ഒരു മഴ രാജ്യതലസ്ഥാനത്ത് ഉണ്ടായി എന്നത് ഇപ്പോഴും ആളുകൾക്ക് വ്യക്തമായിട്ടില്ല. കാരണം പൊതുവെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. അതിനാൽ പല സ്ഥലങ്ങളും, പ്രത്യേകിച്ച് ITO, അതോടൊപ്പം തന്നെ വിൻഡോ റോഡൊക്കെ പോലെയുള്ള ഡൽഹിയിലെ പല സ്ഥലങ്ങളിലും ഇതിനകം തന്നെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 1-ൽ ഇന്നലെ രാത്രിയിൽ മറ്റൊരു അപകടം കൂടി ഉണ്ടായിട്ടുണ്ട്. അവിടെ ടെർമിനൽ 1-ന്റെ മേൽക്കൂര തകർന്നു വീണ് 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശക്തമായ മഴയെ തുടർന്നാണ് ഈ ടെർമിനൽ കെട്ടിടം ഇടിഞ്ഞു വീണത്, അതിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ ഡൽഹി അതോടൊപ്പം തന്നെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇന്നലെ 2 മണിക്ക് ശേഷം തുടങ്ങിയ മഴ ഇപ്പോഴും നിർത്താതെ പെയ്യുകയാണ്. വരുന്ന 1-2 ദിവസം കൂടി ഈ മഴ തുടരുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്കറിയാം, ഡൽഹിയിൽ കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും അത് ജനങ്ങൾക്ക് വൻ ദുരിത ജീവിതം സമ്മാനിക്കുകയും ചെയ്തിരുന്നു. കാരണം രാജ്യതലസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം, ഇവിടെ ഈ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പെയ്ത്തുനീര് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് റോഡുകളിലേക്കും മറ്റും വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി ഒഴുകി പോകുവാനുള്ള ഡ്രെയിനേജ് സംവിധാനം ഡൽഹിയിൽ വർഷങ്ങളായിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനാൽ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും നഗരത്തിലൊട്ടാകെ വലിയ തോതിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും അത് ഗതാഗത പ്രശ്നവും മറ്റ് സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുന്ന സാഹചര്യവും ഉണ്ടാവും. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ സമാന രീതിയിലുള്ള വലിയ വെള്ളപ്പൊക്ക സാഹചര്യം ഡൽഹിയുടെ പല ഭാഗങ്ങളിൽ രൂപപ്പെട്ടിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ഈ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ നിർത്താതെ പെയ്യുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. ദേവി, ശരി, ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു.